This session is about nuclear forces. Nuclear forces means the attractive forces which holds the nucleons together inside the nucleus. We have already have an idea about the nucleus and what are the constituents of the nucleus. Nucleus is made up of fundamental particles of protons and neutrons. Both of them have relatively high mass compared to electrons. All these protons and neutrons are packed in a small region called nucleus and which has a distance of or size of around 1 Fermi. ആറ്റോമിക് സ്ട്രക്ചർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്നതാണ് ഒരു ആറ്റത്തിൻ്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ കുറവാണ്. ഒരു ആറ്റം സൈസ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയുമാണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സൈസ് അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ഫുട്ബോളിൻ്റെ അത്ര മാത്രമേ കാണൂ എന്നാണ്. അത്രയും ചെറിയ ഒരു സൈസ് മാത്രമേ ന്യൂക്ലിയസിനുള്ളൂ. ആ ന്യൂക്ലിയസിനകത്താണ് large number of protons and neutrons are present. ഇതിൽ തന്നെ പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂട്രോൺ ചാർജ്ലെസ് ആണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു റീജിയൻ, ആ സൈസ് പറയുന്നത് തന്നെ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് ഏകദേശം 1 ഫെർമി ആണ്. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണ്. That is an extremely small region where we have to put all the nucleons together. അവിടെ സ്വാഭാവികമായും പ്രോട്ടോൺസ് തമ്മിലുള്ള റിപ്പൾഷൻ ഉണ്ടാകാം. കാരണം പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ലൈക്ക് ചാർജുകളെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതായത് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട് എന്നാണ്. എന്നിട്ടും എന്തുകൊണ്ട് ന്യൂക്ലിയസ് സ്റ്റേബിളായി നിൽക്കുന്നു? ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എലിമെൻസുകളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഏകദേശം ആറ്റോമിക് നമ്പർ 82, 83 വരെ എല്ലാ ന്യൂക്ലിയസുകളും സ്റ്റേബിളാണ്. ഈവൻ ഇഫ് ദേ കണ്ടെയ്ൻ പ്രോട്ടോൺസ് ഇൻ ലാർജ് നമ്പർ. ഓക്കെ, പ്രോട്ടോൺ റിപ്പൾഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. And they can destabilize the nucleus or they can destabilize the atom. Even then, atom and nucleus is a fact and it is stable. Consider two protons. When they come in close proximity, definitely they will repel each other. The Coulombic repulsion between these two protons can be calculated using this equation F equal to 1/4πε0 E square by R. Epsilon 0 permittivity of the free space, E charge on the proton and its square need to be placed on the numerator, and distance between the protons in the denominator. Distance is very small. Nucleus itself is very small. Within that nucleus we have protons in very close proximity. Then R will be very small. When R is small, F will increase. So the repulsive force between these two protons is calculated to be around 230 Newton. That is a big number, considerable number, considerable force. 25 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി, അതായത് ഒരു 6 അല്ലെങ്കിൽ 7 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് സാധാരണ ഒരു 25 കിലോയോളം വെയിറ്റ് വരുന്നത്. ആ 25 കിലോഗ്രാം മാസുള്ള കുട്ടിക്ക് മുകളിൽ ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 25 × 9.8, ആ ഫോഴ്സാണ് ഏകദേശം 230 ന്യൂട്ടൺ വരുന്നത്. അപ്പോൾ അത്രയും കൺസിഡറബിൾ ആയ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ അവർ തമ്മിൽ എന്തുണ്ട്? നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആകുന്നു എന്ന അന്വേഷണത്തിലാണ് ഈ
ന്യൂക്ലിയർ റിപ്പൾഷനുകൾക്കപ്പുറം അതിനെയെല്ലാം അതിജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം കടത്തി വെക്കുന്ന ചില ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി ന്യൂക്ലിയസിനകത്ത് ഉണ്ട് എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിപ്പൾഷന് പുറമെ ന്യൂക്ലിയർ ഫോഴ്സസ് ഓൾസോ എക്സിസ്റ്റ് എമംഗ് ദി ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയർ ഫോഴ്സ് ഏകദേശം 25,000 ന്യൂട്ടൺ ആണ്. ഇറ്റ് ഈസ് അറൗണ്ട് 25,000 ന്യൂട്ടൺ. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് അറൗണ്ട് 10 times greater than this value. അപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകൾക്കിടയിൽ നിലനിൽക്കുന്ന റിപ്പൾഷൻ്റെ 10 മടങ്ങ് കൂടുതലാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ദിസ് ന്യൂക്ലിയർ ഫോഴ്സ് ക്യാൻ ബി റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ depending on the distance between the constituent particles. Nuclear force can be attraction or repulsion, but it dependable purely on the distance between the particles. Particle means protons or neutrons. The potential energy profile is like this. Here you can see distance r along the x-axis and potential energy on the y-axis. This value is 0.8 Fermi. Here we have distance r. If the distance between the protons are less than 0.8, that means this region, repulsion is significantly working there. If the distance is greater than 0.8, then attraction is the prominent factor there, and it is observed up to 2 Fermi. So from 0.8 Fermi to 2 Fermi we can see significant attraction between the nucleons. Beyond the limit of 2 Fermi, there is no considerable attraction now. That nuclear force can be neglected. And one thing we have already declared, that nuclear size is always approximately equal to 1 Fermi. In 1 Fermi distance, that is approximately here. This 1 Fermi distance, at 1 Fermi distance, attraction is predominant over repulsive force. So because of this size of nucleus, which is around 1 Fermi, where nuclear forces predominantly act in attractive mode than in repulsive mode. So this proton-proton repulsion can be exceeded by this nuclear force, which hold these nucleons together inside the nucleus, which leads to stability to that particular nucleus. A clear explanation on this nuclear force was given by Yukawa. In 1935, Yukawa, Yukawa suggested an exchange theory of mesons. Mesons can also be called as pi mesons or pi ions. So between the nucleons, that means between the neutrons and between the protons and between neutron and proton, there is a chance of exchange of these mesons, for which only these nucleons are sticking together without repelling and destabilizing the nucleus. Mesons അല്ലെങ്കിൽ പയോൺസ് എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ പൈ മീസോൺസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൈ പ്ലസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പൈ അയോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പൈ അയോൺസ് ആൻഡ് ന്യൂട്രൽ പൈ അയോൺസ്. Positively charged as well as negatively charged pi ions have 273 times higher mass than electron,
but the mass of neutral pion is 264 times of electron, which is slightly less than the charged pions, and their average time is 10 raised to minus 8 second in charged species, and in neutral species it is much less. It is around 10 raised to minus 17 second. The exchange time is around 10 raised to minus 8 and 10 raised to minus 17 respectively for charged mesons and neutral mesons. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വിശാലമായ ഒരു ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ ഒരു റോഡിലൂടെ ഒരു 4-5 പട്ടികൾ കൂട്ടമായി നടന്നു പോകുന്ന സമയത്ത് അവർ പരസ്പരം ബാർക്ക് ചെയ്യുകയും കടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റിപ്പൾഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനെ വെറുതെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ പരസ്പരം റിപ്പിൾ ചെയ്യും, ഡീസ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വെറുതെ നടക്കുന്ന ഒരു പട്ടികളുടെ കൂട്ടം എന്ന് പറയുന്നത് പരസ്പരം കടിച്ചു കീറുന്നു. അതാണ് അവിടുത്തെ റിപ്പൾസീവ് ഫോഴ്സ്. അതിനകത്തേക്ക് നമ്മൾ when a piece of bone is thrown towards that crowd or group of dogs, then definitely they will run behind that bone piece. അപ്പോൾ അതിൽ ആദ്യത്തെ പട്ടിക്ക് അത് കിട്ടുന്നു, അത് പെർമനൻ്റ് ആയിരിക്കില്ല. അതിനേക്കാൾ സമർത്ഥനായ മറ്റൊരാൾ അത് കടിച്ചു വാങ്ങുന്നു, അയാൾ കുറച്ചു ദൂരം ഓടുന്നു, അത് കിട്ടാൻ വേണ്ടി തൻ്റെ ബാക്കിയുള്ള 4 പേരും അയാളുടെ പുറകെ ഓടുന്നു. അതിനിടയിൽ മൂന്നാമത്തെ ആൾക്ക് അത് കിട്ടുന്നു. അതായത് ഈ ബോൺ പീസ് പരസ്പരം പട്ടികൾക്കിടയിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാണ്. ആ ബോൺ പീസിന് വേണ്ടി അവർ കൂട്ടം കൂടി നിൽക്കുന്നു. അതല്ലെങ്കിൽ അവർ പല വഴിക്ക് പിരിഞ്ഞു പോകേണ്ടതാണ്. കാണുന്ന ഓരോ കാര്യത്തിനും പുറകെ അവർ സെപ്പറേറ്റായി പോകേണ്ടതാണ്. അപ്പോൾ ഈ 5 പട്ടികളും അവിടെ ഒന്നിച്ച് നിൽക്കാനുള്ള കാരണം ഈ ബോണാണ്. ഈ ബോൺ ഏതെങ്കിലും ഒരാളുടെ കയ്യിലല്ല, അത് പരസ്പരം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. ആ എക്സ്ചേഞ്ചിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും. അവരുടെ കഴിവനുസരിച്ച് അവർക്കത് കിട്ടും, അതുവരെ അവർ കാത്തിരിക്കും. അങ്ങനെ അവർ പിരിഞ്ഞു പോകാതെ ആ ബോണിന് പുറകെ തന്നെ എന്ത് ചെയ്യുന്നു, ഓടുന്നു. ഇതുപോലെയാണ് പൈ മീസോൺസ് എന്ന് പറയുന്നതിനെ ഈ പീസ് ഓഫ് ബോണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു പൈ മീസോണിന് വേണ്ടി പ്രോട്ടോണും ന്യൂട്രോണും വെയിറ്റ് ചെയ്യാന്ന്, അത് കിട്ടുന്നത് വരെ. അതുകൊണ്ട് പ്രോട്ടോൺ റിപ്പൾഷനേക്കാൾ കൂടുതൽ ഈ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവർ പരസ്പരം റിപ്പൽ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാറില്ല. അതിനു പകരം എക്സ്ചേഞ്ച് ഓഫ് മീസോൺസ് ആണ് നടക്കാൻ സാധ്യത കൂടുതൽ. ആ എക്സ്ചേഞ്ച് ഓഫ് മീസോൺ ഇങ്ങനെയാണ് പറയുന്നത്: ഈ എക്സ്ചേഞ്ചിനിടയിൽ ന്യൂട്രോൺ പ്രോട്ടോണായി മാറുന്നുണ്ട്, പ്രോട്ടോൺ അതുപോലെ ന്യൂട്രോണായിട്ടും മാറുന്നുണ്ട്. എങ്ങനെയാ നോക്കൂ. ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾ, ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ പൈ മൈനസിനെ എമിറ്റ് ചെയ്യുന്നതോടുകൂടി അയാൾ പ്രോട്ടോണായി മാറും. തിരിച്ചു പറഞ്ഞാൽ പ്രോട്ടോൺ ഒരു പൈ മൈനസ് അക്സെപ്റ്റ് ചെയ്താൽ ന്യൂട്രോണായി മാറും. പ്രോട്ടോൺ ഒരു പൈ മൈനസ് അക്സെപ്റ്റ് ചെയ്താൽ ന്യൂട്രോണായി മാറും. അപ്പോൾ ഒരു ആറ്റത്തിൽ പെർമനൻ്റ് ആയിട്ട് പ്രോട്ടോണോ, ഒരു ന്യൂക്ലിയസിൽ പെർമനൻ്റ് ആയിട്ട് പ്രോട്ടോണോ ന്യൂട്രോണോ നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ന്യൂട്രോൺ പെട്ടെന്ന് തന്നെ പ്രോട്ടോൺ ആവും, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ തന്നെ അതെന്താവും, ന്യൂട്രോൺ ആവും, തിരിച്ച് വീണ്ടും പ്രോട്ടോൺ ആവും. ആ ഒരു എക്സ്ചേഞ്ചാണ് നടക്കുന്നത്. ആ എക്സ്ചേഞ്ചിലെ സമയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്, ന്യൂട്രോൺ ടു പ്രോട്ടോൺ, പ്രോട്ടോൺ ടു ന്യൂട്രോൺ. ഈ എക്സ്ചേഞ്ച് കൊണ്ട് തന്നെ ക്ലിയർ ആയ ഒരു റിപ്പൾഷൻ അവിടെ വരുന്നില്ല എന്നാണ്. അതിന് പകരം ഈ മീസോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലേ ആണ് അവിടെ നടക്കുന്നത്. ഇനി പൈ 0 വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. പ്രോട്ടോൺ പൈ 0 അക്സെപ്റ്റ് ചെയ്താൽ വീണ്ടും പ്രോട്ടോൺ തന്നെയാവും. ന്യൂട്രോൺ പൈ 0 അക്സെപ്റ്റ് ചെയ്താൽ വീണ്ടും എന്താവും, ന്യൂട്രോൺ തന്നെയാവും. അപ്പോൾ പ്രോട്ടോൺ ടു പ്രോട്ടോൺ ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ത്രൂ ന്യൂട്രൽ. ന്യൂട്രോൺ ടു ന്യൂട്രോൺ ട്രാൻസിഷൻ ഈസ് ഓൾസോ പോസിബിൾ ത്രൂ ദി എക്സ്ചേഞ്ച് ഓഫ് പൈ 0. ബട്ട് പൈ പ്ലസ് ഓർ പൈ മൈനസ് make interconversion to other one. This exchange is independent of charge and similar in strength in the case of protons and neutrons.
അപ്പോൾ ഈ പൈ അയോൺസിൻ്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ചാർജ് ഉള്ളത് കൊണ്ട് പ്രോട്ടോണിന് അതിന് കഴിവ് കൂടുതലാണ്, ചാർജ് ഇല്ലാത്തതുകൊണ്ട് ന്യൂട്രോണിന് കഴിവ് കുറവാണ് എന്ന് അവിടെ പറയുന്നില്ല. ന്യൂട്രോൺ ആകട്ടെ പ്രോട്ടോൺ ആകട്ടെ അതിൻ്റെ ചാർജ് നോക്കേണ്ട കാര്യമേ ഇല്ല, അവർ പരസ്പരം എക്സ്ചേഞ്ചിലാണ്. അതുപോലെ തന്നെ അവരുടെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ന്യൂട്രോണിനെ സംബന്ധിച്ചും പ്രോട്ടോണിനെ സംബന്ധിച്ചും സിമിലർ ആണ്. ചാർജ് ഉള്ളത് കൊണ്ട് പ്രോട്ടോൺ അട്രാക്ഷൻ കൂടുതൽ കിട്ടുമെന്നോ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ന്യൂട്രോൺ അട്രാക്ഷൻ കുറവായിരിക്കുമെന്നോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് കൺസെപ്റ്റ് അനുസരിച്ച് ചിന്തിക്കുന്നത് പോലെ ഇവിടെ ചിന്തിക്കാൻ പാടില്ല. ഇവിടെ എല്ലാ അട്രാക്ഷനും എന്താണ്, സിമിലർ ആണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വെച്ചല്ല പറയുന്നത് തന്നെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വെച്ചാണ് പറയുന്നതെങ്കിൽ പ്രോട്ടോണിൻ്റെ റിപ്പൾഷൻ ആയിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട് എന്നും ആ ന്യൂക്ലിയർ ഫോഴ്സ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നും ആണ് പറഞ്ഞു വരുന്നത്. ദിസ് ഈസ് ദി എക്സ്പ്ലനേഷൻ ഓഫ് യുക്കാവ. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറി. ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറിയിൽ ന്യൂക്ലിയസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആക്ച്വലി ഒരു ലിക്വിഡ് ഡ്രോപ്പിനോടാണ്. ഒരു ലിക്വിഡ് ഡ്രോപ്പിനെ സ്പെറിക്കൽ ഷേപ്പിൽ പിടിച്ചു നിർത്തുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ഡെൻസിറ്റിയും പ്രധാനമായിട്ടും അതിൻ്റെ സർഫസ് ടെൻഷനുമാണ്. ഹൈ സർഫസ് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് സ്പെറിക്കൽ ഷേപ്പിലേക്ക് വരുന്നത്. ന്യൂക്ലിയോൺസ് ഇൻ ദി ന്യൂക്ലിയസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഫ്ലൂയിഡ് ഓഫ് ഹൈ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഫ്ലൂയിഡിനെ, ന്യൂക്ലിയസിനെ ഒരു ഫ്ലൂയിഡായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ആണെങ്കിൽ വളരെ കൂടുതലാണ്, 130 ട്രില്യൺ പെർ മീറ്റർ ക്യൂബ് ആണ്, 130 ട്രില്യൺ പെർ മീറ്റർ ക്യൂബ്, ആൻഡ് ഈ സെയിം ഇൻ ഓൾ ആറ്റംസ്. ആൻഡ് ന്യൂക്ലിയർ സർഫസ് ടെൻഷൻ ഈസ് 9.3 into 10 raised to 9.3 into 10 raised to 90 Newton per meter. That is also a big number as far as concerned with surface tension. Due to this high surface tension, nucleus have a tendency to be in spherical shape just like liquids. High surface tension keep nucleons together against repulsion. അപ്പോൾ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള റിപ്പൾഷനെ അതിജീവിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് സർഫസ് ടെൻഷൻ ഉള്ളത്. അവർ പരസ്പരം റിപ്പൽ ചെയ്യുന്നു എന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ആ റിപ്പൾഷനിടയിലും അവരെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം വലിയൊരു സർഫസ് ടെൻഷൻ ന്യൂക്ലിയസ് എന്ന ഫ്ലൂയിഡിനുണ്ട്. ന്യൂക്ലിയസ് ആക്ച്വലി ഫ്ലൂയിഡ് അല്ല, ഈ തിയറിക്ക് വേണ്ടി അങ്ങനെ നമ്മൾ പറയുകയാണ്. ന്യൂക്ലിയസിനെ നമ്മളൊരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഡ്രോപ്പിനോട് കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്. ബിക്കോസ് ഓഫ് ദിസ് ഹൈ സർഫസ് ടെൻഷൻ ആൻഡ് ഡെൻസിറ്റി, ദിസ് ന്യൂക്ലിയസ് ക്യാൻ ഹോൾഡ് ഓൾ ദീസ് ന്യൂക്ലിയോൺസ് ടുഗദർ ഇൻസൈഡ് ഇറ്റ് and is another explanation for the nuclear stability. Thank you.